ഹായ്, എൻ്റെ പേര് ചൈതന്യ നായർ. ഞാനിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഫസ്റ്റ് ഇയർ MBA സ്റ്റുഡൻ്റാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മോഡൽ എക്സാമിൻ്റെ സ്കെഡ്യൂളൊക്കെ വന്നിരിക്കുന്ന ടൈമാണ്. ഇപ്പം ഒരു മോഡൽ എക്സാമൊക്കെ ആകുമ്പോൾ നല്ല പീക്ക് ടെൻഷനുള്ള ടൈമാണ്. ഞാൻ പൊതുവെ അത്രയും ടെൻഷനൊക്കെ അടിച്ച് പഠിച്ചിരുന്ന ഒരാളല്ല. പക്ഷേ മോഡൽ എക്സാമിൻ്റെ ഒക്കെ ടൈമായപ്പം നല്ല ടെൻഷനും നല്ല സ്ട്രെസ്സും ഉണ്ടായിരുന്ന ഒരു ടൈമായിരുന്നു അത്. കാര്യം നമുക്ക് മാർക്ക് കിട്ടിയാലും നീറ്റിൻ്റെ ദിവസത്തെ അന്ന് ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുമോ, അങ്ങനെ എങ്ങനെയായിരിക്കും അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ, റാങ്ക് എങ്ങനെയായിരിക്കും, ആഗ്രഹിച്ച കോളേജ് കിട്ടുമോ, അഡ്മിഷൻ, ഇതൊക്കെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ കൂടെ പൊക്കോണ്ടിരുന്ന തോട്ട്സ് ആയിരുന്നു. ശരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ സ്ട്രെസ് ചെയ്ത് കളയുന്ന ടൈമല്ല ഇപ്പോൾ. ശരിക്കും സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമ്മൾ മാക്സിമം ക്ലാസ് ടീച്ചേഴ്സ് ഉണ്ട്, ഹോസ്റ്റൽ വാർഡൻസ് ഉണ്ട്. എൻ്റെ ഇടയ്ക്ക് സ്പെഷ്യലി ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ അജിത് രാജ് സാറാണ്. പിന്നെ ഞങ്ങളുടെ ഹോസ്റ്റൽ വാർഡൻ ശ്രുതി മിസ്. അങ്ങനെ ഇഷ്ടംപോലെ പേര്, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു ബ്രില്യൻ്റിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എപ്പോൾ ഡൗൺ ആയാലും അവിടെ പിടിച്ചു നിർത്താൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ശരിക്കും അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ആസറ്റായിരുന്നു. നമുക്ക് പാരൻസിനോട് പറഞ്ഞാൽ നമുക്ക് വിഷമം തീരാത്തപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഈക്വലി സപ്പോർട്ടിങ് ആയിട്ട് ഫ്രണ്ട്സാണ്. അവിടെ കോമ്പറ്റീറ്റീവ് മൈൻഡ് അങ്ങനെയെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്ത് തരാനും ഒക്കെ എപ്പോഴും റെഡിയായിരുന്നു. അപ്പോൾ അത്ര നല്ലൊരു എൻവയോൺമെൻറ്റിൽ പഠിച്ചത് എനിക്ക് ശരിക്കും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ബ്രില്യൻ്റിൽ പഠിച്ച ബ്രില്യൻ്റിൽ അത്രയും വർക്ക് ചെയ്തതിനെ കുറിച്ച് നമ്മൾ ഭയങ്കര പ്രൗഡാണ്. കാര്യം നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ദൈവം സഹായിച്ച പറ്റി. അപ്പോൾ അന്ന് ചെയ്ത ഹാർഡ് വർക്കിനോർത്ത് നമുക്കിപ്പോൾ പ്രൗഡായിരിക്കണം. ഇപ്പോൾ നമ്മൾ കുറേ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, കുറേ ടെൻഷൻ കാണും. അപ്പോൾ ജസ്റ്റ് ഇത് ഓർത്താൽ മതി, നമ്മൾ ആഗ്രഹിച്ച കോളേജിൽ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നല്ല രീതിക്ക് ടെൻഷനൊന്നും കൂടാതെ നമുക്ക് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് ആ ടൈമിന് വേണ്ടി പിന്നെ പഠിക്കുക, അത്രേ ഉള്ളൂ. കൂടുതൽ ടെൻഷനൊന്നും അടിക്കേണ്ട. ടെൻഷൻ അടിക്കുകയാണെങ്കിൽ ആരുടെയും സംസാരിക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. പിന്നെ കോൺസ്റ്റൻ്റായിട്ട് നമ്മൾ ബ്രില്യൻ്റിൽ പറയുന്ന പോലെ തന്നെ ഫോളോ ചെയ്യുക. ശരിക്കും അത് നമ്മൾ വേറെ കോർഡിനേറ്റേഴ്സും ടീച്ചേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ പറയുന്നത് മാത്രം ഫോളോ ചെയ്യുക. വേറെ ഒരു സോഴ്സിൽ നിന്നും എന്ത് കേട്ടിലും കാര്യമില്ലെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. നമ്മളിങ്ങനെ പല അഡ്വൈസൊക്കെ കേൾക്കുമെങ്കിലും ബ്രില്യൻ്റ് ടീച്ചേഴ്സ് പറയുന്നത് തന്നെ ഫോളോ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമ്മൾ ആഗ്രഹിച്ച റിസൾട്ട് തന്നെ നമുക്ക് എത്താൻ പറ്റും. പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറയുന്നത്. അപ്പം എന്തായാലും എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഈ വർഷത്തെ നീറ്റ് നിങ്ങൾ ആഗ്രഹിച്ച് തന്നെ പോകാൻ പറ്റട്ടെ. എന്തായാലും നല്ലൊരു റിസൾട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ളത് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും മാക്സിമം ഷെയർ ചെയ്യുക.